Hi everyone. Financial Markets and Services എന്നുള്ളതാണ് നമ്മുടെ പേപ്പറിന്റെ പേര്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് പറഞ്ഞു ഇല്ലേ? എന്തൊക്കെയാണ് ഓരോ മൊഡ്യൂളുകളിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ ഏറ്റവും ബിഗിനിങ്, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ മേജറായിട്ട് 4 കോമ്പണൻസ് ആണ് അതിലുള്ളത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു, അതെന്താന്ന് പറഞ്ഞു. അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻസ് തന്നു. ദെൻ നോട്ട്സുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ദ നെക്സ്റ്റ് എലമെന്റ്, അതായത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ എലമെന്റ് ആണ് ഫിനാൻഷ്യൽ അസറ്റ്സ് ഓർ ഇൻസ്ട്രുമെന്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, അതാണ് നമ്മുടെ സെക്കൻഡ് എലമെന്റ്. ഓക്കെ, ആദ്യത്തെ എലമെന്റ് എന്തായിരുന്നു? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തെ എലമെന്റ് എന്താ? ഫിനാൻഷ്യൽ അസറ്റ്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ദെൻ നമ്മളിനി എന്താ ഫിനാൻഷ്യൽ അസറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഫിനാൻഷ്യൽ അസറ്റ്? ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ നോൺ ഫിസിക്കൽ അസറ്റ്സിനെയാണ് മക്കളെ നമ്മൾ എന്ത് പേര് പറയുന്നത്? ഫിനാൻഷ്യൽ അസറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നോൺ ഫിസിക്കൽ അസറ്റ്സ്, അതായത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാതെ അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഫിനാൻഷ്യൽ അസറ്റ് പറയുന്നത്. അതായത് സ്റ്റോക്ക്, ഡിബഞ്ചർ, ബോണ്ട്, സെക്യൂരിറ്റീസ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതിനെയാണ് നമ്മൾ ഏത് ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്? ഫിനാൻഷ്യൽ അസറ്റ്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. അത് നമ്മൾ എന്ത് ചെയ്യും? അത് ഇഷ്യൂ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫണ്ട് റൈസ് ചെയ്യാൻ. ഓക്കെ, ഇനി ഈ ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ ഫർദർ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ മെയിനായിട്ട് നമുക്ക് 2 രീതിയിലാണ് ഫിനാൻഷ്യൽ അസറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ദ ഫസ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്സ്. ടൈപ്സ്, അതായത് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്സ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഫസ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആണ് പ്രൈമറി അസറ്റ്സും സെക്കൻഡറി അസറ്റ്സും. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്സ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. അതേപോലെ ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പിൽ അടുത്തതായി വരുന്നത് മാർക്കറ്റബിൾ അസറ്റ്സും നോൺ മാർക്കറ്റബിൾ അസറ്റ്സും. ദെൻ തേർഡ് വൺ ക്യാഷ് അസറ്റ്സ്, ഡെറ്റ് അസറ്റ്സ് ആൻഡ് സ്റ്റോക്ക് അസറ്റ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് primary and secondary, then marketable and non-marketable, then cash assets, debt assets and stock assets. ഇനി on the basis of terms, termsന്റെ അതായത് പീരീഡിന്റെ ഡ്യൂറേഷൻ വെച്ച് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം. എങ്ങനെയാണ് ഫിനാൻഷ്യൽ അസറ്റ്സിനെ ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ്, primary and secondary, marketable and non-marketable, cash assets, debt assets and stock assets. On the basis of terms, short term, medium term and long term. Clear ആണോ? ഇനി ഈ on the basis of terms ലെ short term assets എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by short term assets? Short term assets എന്താ? ഒരു അസറ്റിന്റെ പീരീഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ഇയർ ആണ്. ഒരു വർഷത്തെ ചെറിയ പീരീഡിലാണ് നമ്മൾ അത് യൂസ് ചെയ്യണത്. അതേപോലെ ആ ഒരു അസറ്റ്സ് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്താനാണ് ഈ ഷോർട്ട് ടേം അസറ്റ്സ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? എന്താ പറയുന്നത്? ഒരു വർഷത്തെ താഴെയാണ് ഷോർട്ട് ടേം അസറ്റ്സിന്റെ പീരീഡ്. ലെസ് ദാൻ 1 ഇയർ. ദ ഷോർട്ട് ടേം അസറ്റ്സ് ആർ ടിപ്പിക്കലി യൂസ്ഡ് ഇൻ ലെസ് ദാൻ 1 ഇയർ. ആൻഡ് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടി ഫണ്ട് റൈസ് ചെയ്യാനാണ് നമ്മൾ ഏത് അസറ്റ്സ് ഇഷ്യൂ ചെയ്യണത് അല്ലെങ്കിൽ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണത്? ഷോർട്ട് ടേമിൽ. ഓക്കെ, ഇനി മീഡിയം ടേം. സെക്കൻഡ് വൺ മീഡിയം ടേം. മീഡിയം ടേം അസറ്റ് മീൻസ് ഒരു 3 to 5 ഇയേഴ്സിൻ്റെ ഉള്ളിലൊക്കെയാണ് മെയിൻലി അതിൻ്റെ ടിപ്പിക്കലി അതിൻ്റെ ഒരു പീരീഡ് വരുന്നത്. മീഡിയം ടേമിൽ 3 to 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ, അതായത് ലോങ് ടേം അല്ല, ഷോർട്ട് ടേമും അല്ല. അതായത് നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് അല്ലാതെ തന്നെയുള്ള ഇൻവെസ്റ്റ്മെന്റൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് റൈസ് ചെയ്യാനാണ് മീഡിയം ടേം എന്ത് ചെയ്യുന്നത്? അസറ്റ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഒരു ഓർഗനൈസേഷൻ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ദ തേർഡ് വൺ ലോങ് ടേം. ലോങ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിക്സഡ് അസറ്റ്സ് ഇതൊക്കെ വരും. മെഷീനറി അല്ലെങ്കിൽ ലാൻഡ്, എക്യുപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഫിക്സഡ് അസറ്റ്സ് ഇല്ലേ? ആ ഫിക്സഡ് അസറ്റ്സിൽ ഡീൽ ചെയ്യാണ്, ഫിക്സഡ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലോങ് ടേം എന്ന് പറയുന്നത്. അതെന്താണ്? അതായത് മോർ ദാൻ 5 ഇയേഴ്സ്, 5 വർഷത്തിൽ കൂടുതലാണ് ലോങ് ടേമിന്റെ പീരീഡ്.
ഓക്കെ, നമ്മൾ എന്താ പറയണത്? ഓൺ ദ ബേസിസ് ഓഫ് ടേംസ്, ഷോർട്ട് ടേം ഉണ്ട്, മീഡിയം ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. മീഡിയം ടേം എന്ന് പറയുന്നത് ലെസ് ദാൻ 1 year ആണ്. ഷോർട്ട് ടേം എന്ന് പറയുന്നത് മീഡിയം ടേം 3 to 5 years, ലോങ് ടേം എന്താ മോർ ദാൻ 5 years. ഷോർട്ട് ടേം കറന്റ് അസറ്റ്സ് ആണ്, ലോങ് ടേം ഫിക്സഡ് അസറ്റ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്സ്, നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ഓൺ ദ ബേസിസ് ഓഫ് ടേംസ് അല്ലേ. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്സ് ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? പ്രൈമറി അസറ്റ്സും സെക്കൻഡറി അസറ്റ്സും അല്ലേ. അതില് പ്രൈമറി അസറ്റ്സ് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ പ്രൈമറി അസറ്റ്സ് claim against real sector units, then it is created by them to raise fund. അതായത് എന്താ പറയുന്നത്? പ്രൈമറി അസറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലെയിം അഗെയിൻസ്റ്റ് റിയൽ സെക്ടർ യൂണിറ്റ്സ്. അതായത് റിയൽ സെക്ടർ യൂണിറ്റ്സ് ആണ് പ്രൈമറി അസറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. എന്തിനു വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത്? അവർക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ. ഏതൊക്കെയാണ് പ്രൈമറി അസറ്റ്സിന് എക്സാമ്പിൾസ് വരുന്നത്? ബിൽസ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, ബോണ്ട് ഉണ്ട്, ഇല്ലേ? എന്താ പറയുന്നത്? പ്രൈമറി അസറ്റ്സ് എന്ന് പറയുന്നത് റിയൽ സെക്ടർ യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ. ഇനി അതിന്റെ എക്സാമ്പിൾസ് ആണ് ബിൽസ് വരുന്നുണ്ട്, ഇക്വിറ്റി വരുന്നുണ്ട്, ബോണ്ട്സ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡറി അസറ്റ്സ്. സെക്കൻഡറി അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യാണ്? ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി അസറ്റ്സ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്യൂ ചെയ്യുന്ന സെക്കൻഡറി അസറ്റ്സിന്റെ എക്സാമ്പിൾസ് ആണ് ബാങ്ക് ഡെപ്പോസിറ്റ്സ്, ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്, UPI യൂണിറ്റ്സ് എക്സെട്ര. ഓക്കെ, അതായത് സെക്കൻഡറി അസറ്റ്സ് ആണ് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അവിടെ ഒബ്ലിഗേഷൻ വരുന്നത്. കാരണം അവരാണ് എന്ത് ചെയ്യുന്നത്? ഈ അസറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്സിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് മാർക്കറ്റബിൾ അസറ്റ്സ് ആൻഡ് നോൺ മാർക്കറ്റബിൾ അസറ്റ്സ്. ഓക്കെ, അതില് മാർക്കറ്റബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഈസി ടു ട്രാൻസ്ഫർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള അസറ്റിനെയാണ് മക്കളെ നമ്മൾ എന്ത് പേരിൽ പറയുന്നത്? മാർക്കറ്റബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? എന്റെ പേരിലുള്ള ഒരു അസറ്റ് നിങ്ങൾക്ക് തരികയാണ്, അതായത് ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്, അതിനെയാണ് മാർക്കറ്റബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ ഷെയർ, അതേപോലെ ബോണ്ടുകൾ, മ്യൂച്വൽ ഫണ്ട്സ്, എളുപ്പമല്ലേ? ഇപ്പൊ എന്റെ പേരിലുള്ള ഒരു ഷെയർ എനിക്ക് നിങ്ങൾക്ക് തന്നൂടെ? അതേപോലെ ബോണ്ട്, ഡിബഞ്ചർ തുടങ്ങിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ബോണ്ട് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തൂടെ? പറ്റും. സോ മാർക്കറ്റബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് വെരി ഈസി ടു ട്രാൻസ്ഫർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നോൺ മാർക്കറ്റബിൾ എന്തായിരിക്കും? നോൺ മാർക്കറ്റബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് കനോട്ട് ട്രാൻസ്ഫർ ഈസിലി. എളുപ്പമായിട്ട് ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റാത്ത അസറ്റിനെയാണ് നോൺ മാർക്കറ്റബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നോൺ മാർക്കറ്റബിൾ അസറ്റ്, ഫോർ എക്സാമ്പിൾ പ്രൊവിഡന്റ് ഫണ്ട്, LIC, പോസ്റ്റ് ഓഫീസ് സർട്ടിഫിക്കറ്റ്സ് എക്സെട്ര. ഇപ്പോൾ ഞാൻ എൻ്റെ പേരിലൊരു LIC ഉണ്ട്, ഞാനൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. അത് എൻ്റെ പേരിന് നിങ്ങളുടെ പേരിലേക്ക് തരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈമാറുക എന്ന് പറയുന്നത് എളുപ്പമാണോ? അല്ല. അതേപോലെ എൻ്റെ പേരിലുള്ള ഒരു പ്രൊവിഡന്റ് ഫണ്ട് അത് നിങ്ങളുടെ പേരിലേക്ക് തരുന്നത് എളുപ്പമാണോ? അല്ല. അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചേർന്നിട്ടുള്ള ഒരു അക്കൗണ്ട്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ പേരിൽ നിങ്ങൾക്ക് തരുന്നത് എളുപ്പമാണോ? അല്ല. സോ അതാണ് വ്യത്യാസം മാർക്കറ്റബിളും നോൺ മാർക്കറ്റബിളും. മാർക്കറ്റബിൾ പറഞ്ഞാൽ എന്താണ്? ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് എളുപ്പം കൈമാറാം. നോൺ മാർക്കറ്റബിളോ? ഇറ്റ് ഈസ് നോട്ട് മച്ച് ഈസി ടു ട്രാൻസ്ഫർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിവിടെ പറഞ്ഞു. അനദർ ക്ലാസിഫിക്കേഷൻ ക്യാഷ് അസറ്റ്സ് ഉണ്ട്, ഡെറ്റ് അസറ്റ്സ് ഉണ്ട്, സ്റ്റോക്ക് അസറ്റ്സ് ഉണ്ട്. ഓക്കെ, ക്യാഷ് അസറ്റ്സ്, ഡെറ്റ് അസറ്റ്സ് ആൻഡ് സ്റ്റോക്ക് അസറ്റ്സ്. ഇനി അതെന്തൊക്കെയാണ്? ക്യാഷ് അസറ്റ്സ് മീൻസ് കറൻസീസും കോയിൻസ് ഒക്കെയാണ് നമ്മുടെ അസറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. അതാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഫണ്ട് റൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ പറയണത്? ക്യാഷ് അസറ്റ്സ് എന്നുള്ള പേരിൽ പറയണത്. മനസ്സിലാവുന്നുണ്ടോ? ക്യാഷ് അസറ്റ്സ് എന്താണ്? കോയിൻസ്, കറൻസീസ് എക്സെട്ര. സോ ഡെറ്റ് അസറ്റ്സ് എന്താ? ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഡെറ്റ് സെക്യൂരിറ്റീസ്. ഏതൊക്കെയാണ്?
ഡിബഞ്ചേഴ്സ്, ബോൺസ്, ലോങ് ടേം ലോൺസ്, അതൊക്കെ. അതായത് അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പീരീഡ്, ഇപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞാൽ, 2 ഇയർ കഴിഞ്ഞാൽ, 3 ഇയർ കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് അത് റീപേ ചെയ്യണം, അതിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം വേണ്ടേ. സോ ക്യാഷ് അസറ്റ്സും കോയിൻസും കറൻസീസും, ഡെപ്റ്റ് അസറ്റ്സ് എന്താ, ഡിബഞ്ചേഴ്സ്, ബോൺസ്, ലോങ് ടേം ലോൺസ് എക്സെട്ര. ഇനി ദ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റോക്ക് അസറ്റ്സ്. സ്റ്റോക്ക് അസറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ എന്ത് ചെയ്യാണ്, അവരുടെ സ്റ്റോക്കുകൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ ഫിക്സഡ് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ. ക്ലിയർ ആണോ? ഒരു സ്റ്റോക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, ഒരു എൻറ്റിറ്റി എന്ത് ചെയ്യാൻ മക്കളെ, അവരുടെ സ്റ്റോക്കുകൾ ഇഷ്യൂ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫിക്സഡ് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, സ്റ്റോക്ക് അസറ്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താ, വളരെ ചെറിയൊരു ടോപ്പിക്ക് ഇന്നും പറഞ്ഞിട്ടുള്ളൂ. ഇന്നലെ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ 4 കോമ്പണൻസ് പറഞ്ഞു. അതിൽ ഫസ്റ്റ് കോമ്പണൻ്റ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതാണ് നമ്മൾ ഇന്നലെ ഡീൽ ചെയ്തത്. ഇന്ന് പറഞ്ഞത് അതിൻ്റെ രണ്ടാമത്തെ കോമ്പണൻ്റ് ആണ് ഫിനാൻഷ്യൽ അസറ്റ്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. അതിന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ടേംസ്, short term, medium term and long term. Then on the basis of types, primary, secondary, marketable, non-marketable, cash assets, debt assets and stock assets. Okay. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ തരുന്ന നോട്ട്സുകൾ ടേക്ക് ഡൗൺ ചെയ്യുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.